ടൈറ്റാനിയം അഴിമതി കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവരുൾപ്പെട്ട കേസിൽ തുടരന്വേഷണം സ്റ്റേ ചെയ്ത നടപടി റദ്ദാക്കിയാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഹൈക്കോടതിയിലെ നിലവിലെ ഹർജിയിൽ വാദം തുടരാമെന്നും നിർദ്ദേശമുണ്ട്. 2005 ടൈറ്റാനിയത്തിൽ മലിനീകരണ നിയന്ത്രണ പ്ലാന്റ് നിർമ്മിച്ചതിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് കമ്പനിയിലെ മുൻ ഉദ്യോഗസ്ഥൻ നൽകിയ കേസിലാണ് തുടരന്വേഷണമാകാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. അന്വേഷണ നടപടിക്കെതിരായി കേസിലെ പ്രതി സന്തോഷ് കുമാർ നൽകിയ ഹർജിയിൽ നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തുടരന്വേഷണം സ്റ്റേ ചെയ്തിരുന്നു. എന്നാൽ ഈ സ്റ്റേ സന്തോഷ് കുമാറിന് മാത്രമാണ് ബാധകമെന്നും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരായ അന്വേഷണം തുടരാമെന്നുമാണ് ജസ്റ്റിസ് ബി കമാൽ പാഷ ഉൾപ്പെട്ട ബെഞ്ച് ഉത്തരവിട്ടത്. അഴിമതി നടന്നുവെന്ന് പറയപ്പെടുന്ന സമയത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും വി കെ ഇബ്രാഹിം കുഞ്ഞ് വ്യവസായ മന്ത്രിയുമായിരുന്നു. മലിനീകരണ നിയന്ത്രണ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി കെ രാമചന്ദ്രനിൽ KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല സമ്മർദ്ദം ചെലുത്തി പദ്ധതിക്ക് അനുമതി വാങ്ങിയെന്നാണ് ആരോപണം. 256 കോടി രൂപയുടെ അഴിമതിയാണ് കേസിൽ ആരോപിക്കപ്പെടുന്നത്. മീഡിയ 1 കൊച്ചി.